2024-ലെ ഇന്ത്യ എന്ന ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പോയിന്റ്സ് എല്ലാം 2025 ജനുവരി മാസത്തിലെ PSC ബുള്ളറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിൽ ആദ്യത്തെ 50 പോയിന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത്. ഉത്തരം കുമരകം, ബേപ്പൂർ. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത്. ഉത്തരം കുമരകം, ബേപ്പൂർ. രാജ്യത്തേതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം. ഉത്തരം നഫിസ്. രാജ്യത്തേതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം. ഉത്തരം നഫിസ്. ദേശീയ അന്വേഷണ ഏജൻസിയായ NIA-യുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത്. ഉത്തരം സദാനന്ദ് വസന്ത് ദാത്തെ. ദേശീയ അന്വേഷണ ഏജൻസിയായ NIA-യുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത്. ഉത്തരം സദാനന്ദ് വസന്ത് ദാത്തെ. 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര്? ഉത്തരം അരവിന്ദ് പനഗരിയ. 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര്? ഉത്തരം അരവിന്ദ് പനഗരിയ. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ. ഉത്തരം അമിതാവ് ഘോഷ്. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ. ഉത്തരം അമിതാവ് ഘോഷ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി. ഉത്തരം AS രാജീവ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി. ഉത്തരം AS രാജീവ്. MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത്. ഉത്തരം പ്രൊഫസർ BR കമ്പോജ്. MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത്. ഉത്തരം പ്രൊഫസർ BR കമ്പോജ്. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ 2024-ൽ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം വൃന്ദാവൻ. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യ